പാലക്കാട്ടെ CPM വിമത കൂട്ടായ്മയ്ക്കെതിരെ MV ഗോവിന്ദൻ വിമതരുടെ പാർട്ടി രൂപീകരണത്തെ നേരിട്ട് മുന്നോട്ട് പോകും. വിമതർ എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവർ എന്നാണ്. PK ശശി UDF സ്ഥാനാർത്ഥിയാകുമെന്നത് സാങ്കല്പിക ചോദ്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിമതന്മാരെന്ന് നടക്കുന്ന ആളുകളൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ പാർട്ടികൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചവരോ പാർട്ടി നടപടി വിധേയപ്പെട്ടവരോ ഒക്കെ ആയിരിക്കും പലരും. ആരാണെന്ന് എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, ഞാൻ ആ വാർത്ത വായിച്ചിട്ടുമില്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുക? ഉറപ്പായിട്ടും അതിനെ നേരിട്ട് കൊണ്ടുപോകും. വേറെ എന്താ സാങ്കല്പിക ചോദ്യവും സാങ്കല്പിക ഉത്തരവും ഇല്ലാന്ന് ഞാൻ സാധാരണ പറയുന്നത്. നിങ്ങൾ പുതിയയാളായിരിക്കും, അതുകൊണ്ട് സാങ്കല്പിക ചോദ്യവും ആ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുന്നാൽ ഈ പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോൾ PK ശശി ഈ കൊഴിഞ്ഞാമ്പാറയിലേത് ഉൾപ്പെടെയുള്ള വിമതരെ കൂടെ കൂട്ടുമോ? അജിംസ്, ഈ കൊഴിഞ്ഞാമ്പാറ, ഒറ്റപ്പാലം, മണ്ണാർക്കാട് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ CPM വിമതരുള്ളത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി എന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. ഈ കൂട്ടായ്മയെ ഒരു പാർട്ടിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിൽ PK ശശിയുടെ തീരുമാനം എന്താകും എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുമായി തന്നെ നേരിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തെ, അതായത് PK ശശിയെ ഈ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്ത് അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാക്കി മാറ്റും. അതോടൊപ്പം തന്നെ ഒഴിവ് വരുന്ന സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാമെന്നും ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ തന്നെ വിശ്വസിച്ച് പാർട്ടി വിട്ട ആളുകളുണ്ട്, തന്റെ ഒപ്പം പ്രവർത്തിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളുണ്ട്. ഈ മുഴുവൻ ആളുകളും നേരത്തെ ഉണ്ടായിരുന്ന ഏതെല്ലാം പദവികളാണോ ആ പദവികളിലേക്ക് തിരിച്ചെടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഉപാധി. മറ്റൊന്ന്, ഈ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ പല ബാങ്കുകളിലും അനധികൃതമായ ആളുകളെ നിയമിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് അവരെ എല്ലാം പുറത്താക്കിയിരുന്നു. ഈ പുറത്താക്കപ്പെട്ട ആളുകളെ എല്ലാം തന്നെ തിരിച്ചെടുത്ത് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഏതെല്ലാം പദവികളാണോ ആ പദവികൾ നൽകണമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ഉപാധി. ഇത്തരം എല്ലാ ഉപാധികളും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് CPM-ന്റെ ഭൂരിഭാഗം നേതാക്കൾ ഉള്ളത്. പ്രത്യേകിച്ച് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും CPM-ന്റെ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുമെല്ലാം തന്നെ ശശിയോട് വലിയ എതിർപ്പാണുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ജില്ലാ സെക്രട്ടറിയോട് ഈ PK ശശിയുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചപ്പോൾ 41,000-ലധികം അംഗങ്ങൾ CPM-ന് പാലക്കാട് ജില്ലയിലുണ്ട്. ഈ ഓരോ അംഗങ്ങളും എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടക്കുകയല്ല തങ്ങൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനവും അതിൽ PK ശശി ഈ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതനുസരിച്ചായിരിക്കും പുതിയ പാർട്ടി എന്നതിലേക്ക് പോവുക. അങ്ങനെ പുതിയ പാർട്ടി രൂപീകരിച്ചാൽ കോൺഗ്രസുമായി സഹകരിക്കും. അതിൽ ഏതാണ്ട് ധാരണയിലെത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം സീറ്റിൽ നിന്ന് PK ശശി മത്സരിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് കണക്കാക്കുന്നത് PK ശശി ഒറ്റപ്പാലത്ത് മത്സരിച്ചാൽ വിജയിക്കാനാകും. അങ്ങനെ ഒരുപക്ഷെ UDF-ന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കോ ഇല്ലെങ്കിൽ ഈ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് UDF പിന്തുണ നൽകുന്ന നിലയ്ക്കോ ആയിരിക്കും മത്സരം വരിക. ശരി സാജി.